ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം നഷ്ടപ്പെട്ട സൗഹൃദാന്തരീക്ഷം വീണ്ടെടുക്കാൻ സഭകളുമായി നിരന്തര സമ്പർക്കത്തിലാണ് BJP. സഭാ നേതൃത്വവുമായി CPIM ഏറ്റുമുട്ടുന്നതിന്റെ ആനുകൂല്യം കോൺഗ്രസിന് അനുകൂലമായി ധ്രുവീകരിക്കപ്പെടുമോ എന്ന ആശങ്കയും BJPക്കുണ്ട്. വിവരങ്ങളുമായി VS രഞ്ജിത്ത് ചേരുന്നു. VS, ആ ഒരു ലൈൻ സഭയും BJPയും തമ്മിലുള്ള ആ ഒരു ബന്ധം അതിപ്പോ എങ്ങനെ പോകുന്നു? റോഷ്നി, ഈ സഭയും CPMും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ നോക്കി നിൽക്കുക എന്നല്ലെങ്കിൽ കാഴ്ചക്കാരായി മാറി നിൽക്കുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചുള്ളത്. കാരണം സഭാ നേതൃത്വം BJPക്കെതിരെ മാത്രം തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും സഭാ ആനുകൂല്യം CPMനും കോൺഗ്രസിനും കിട്ടുമോ എന്നൊരു ആശങ്ക BJPക്ക് ഉണ്ടാവും. ഇപ്പോൾ CPM കൂടി സഭയ്ക്കെതിരെ തിരിഞ്ഞ് സഭ CPMനെതിരെയും തിരിയുമ്പോൾ അതിൽ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാനേ BJPക്ക് സാധിക്കൂ. പക്ഷേ ഇപ്പോൾ BJPയുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ ശേഷം BJPയുമായി സഭാ നേതൃത്വം ഇങ്ങനെ അകന്നു പോകുമ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പിച്ച് പഴയ സൗഹൃദ അന്തരീക്ഷം വീണ്ടെടുക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം CPM കൂടി സഭയ്ക്കെതിരെ തിരിയുകയും സഭ CPMനെതിരെ തിരിയുകയും ചെയ്യുമ്പോൾ സഭാ വോട്ടുകൾ പഴയ പോലെ എന്ന് പറഞ്ഞാൽ പഴയ കേരള പൊളിറ്റിക്സിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായി അത് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് ആയിരുന്നു. അതേ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്നൊരാശങ്ക ഇപ്പോൾ ഇടയ്ക്കൊക്കെ തൃശ്ശൂരിലെ പോലെ അല്ലെങ്കിൽ മറ്റു ചില മണ്ഡലങ്ങളിലൊക്കെ കിട്ടുന്നത് പോലെ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നഷ്ടമായി പോകുമോ, അത് കോൺഗ്രസിന് അനുകൂലമായി മാത്രം പോളറൈസ് ചെയ്യപ്പെടുമോ, ധ്രുവീകരിക്കപ്പെടുമോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ BJPക്കുള്ളത്. ഈ പ്ലാമ്പ്ലാനി തിരുമേനിയും CPMും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ BJP അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നവും അതാണ്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.